നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ +2 മോഡൽ എക്സാംസ് ഒക്കെ എഴുതി അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പക്ഷേങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നുള്ളതിന്റെ ഒരു തീരുമാനമായിട്ടുണ്ടാവണമെന്നില്ല. മെഡിക്കൽ കോഴ്സുകൾ പ്രിഫർ ചെയ്ത കുട്ടികൾ ഒരു പക്ഷേങ്കിൽ നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകൾ, ഫാർമസി, ഫിസിയോതെറാപ്പി അങ്ങനെ നിരവധി ഓപ്ഷൻസിലേക്കായിരിക്കും നോക്കുന്നത്. അതേസമയം ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് നോക്കുന്നവർ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, അതുപോലെ തന്നെ മറ്റുള്ള ഡിഗ്രി പ്രോഗ്രാംസ് ആയുള്ള BCA, BCom, BBA, വീണ്ടും ഇതൊന്നും അല്ലാതെ നോക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ അഗ്രികൾച്ചർ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് നോക്കുന്നവർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, വിഷ്വൽ മീഡിയ, അങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസുകളിലേക്കായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ ഒരു സമയത്ത് നടത്തേണ്ടതായിട്ട് വരിക. കാരണം ജീവിതത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് +2 കഴിയുമ്പോൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരിക. കാരണം ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ ലൈഫ് എങ്ങനെ നമ്മൾ സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് കരിയർ ഗൈഡൻസിന്റെ ആവശ്യകത വരുന്നത്. അപ്പം നിങ്ങൾക്ക് മികച്ച കോഴ്സുകൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാൻ, അത് കേരളത്തിന് പുറത്തേക്കുമുള്ള നിരവധി ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കരിയർ ഗൈഡൻസ് ഗ്രൂപ്പാണ് പാസ് അഡ്മിഷൻ സെല്ല്. അപ്പോൾ പാസ് അഡ്മിഷൻ സെല്ലിൽ നിരവധിയായിട്ടുള്ള എക്സ്പേർട്സ്, ഓരോ ഫീൽഡിലുമുള്ള എക്സ്പേർട്സിനെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു അഡ്മിഷൻ ഗ്രൂപ്പാണ്, ഒരു ഗൈഡൻസ് ഗ്രൂപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ആയിരിക്കും പാസ് അഡ്മിഷൻ സെല്ല്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ഓൺലൈൻ സെമിനാറുകൾ നടത്തി അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എത്തിക്കുവാനായിട്ട് നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരവധി കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ നൽകുന്നതുമായിരിക്കും. മിക്കവാറും വീക്കെൻഡ് ക്ലാസ്സുകളൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം വീക്കെൻഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്രീ ആയിരിക്കും. അതോടൊപ്പം തന്നെ പേരൻസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈവനിങ് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. കാരണം അവർക്കും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടാനും അത് സഹായകമാകുന്നതുമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ നടത്തിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ആഴ്ചകളിലും നഴ്സിംഗ് പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, ഫ്രീ ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ്സിന്റെ ലിങ്കുകൾ കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത് കൂടാതെ തന്നെ മറ്റുള്ള കോഴ്സുകളെ കുറിച്ചും, അതായത് നേരത്തെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിരവധി കോഴ്സുകളുടെ ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫ്രീ ഓൺലൈൻ സെമിനാറുകൾ സെപ്പറേറ്റ് ആയിട്ട് വെവ്വേറെ നടത്തുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായും നിങ്ങൾക്കും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മൾ കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ഒരു സമയത്ത് നമ്മൾ നൽകുക. അപ്പോൾ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നോക്കുന്ന കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് നോക്കുന്ന കുട്ടികൾക്ക് കേരളത്തിലെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കൊക്കെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള പ്രോസസ്സുകളൊക്കെ തുടങ്ങുക. അതേസമയം നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഫാർമസി കോഴ്സിലേക്ക് താല്പര്യപ്പെടുന്ന കുട്ടികൾ കീം എക്സാം നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കീം എക്സാംസിന്റെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഫാർമസി കോഴ്സുകളിലേക്ക് BPharm കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻസ് നേടാൻ സാധ്യതയായിട്ടുണ്ടാവുക. അതിന് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കീമിന്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ സ്റ്റിൽ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കീമിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നൽകേണ്ടതായിട്ടും വരുന്നുണ്ട്. പക്ഷെ നഴ്സിംഗിന്റെ കാര്യത്തിലോ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെ കാര്യത്തിലോ ഫിസിയോതെറാപ്പി തുടങ്ങിയുള്ള കോഴ്സുകളുടെ കാര്യത്തിലോ ഒന്നും നിലവിൽ എൻട്രൻസ് എക്സാംസിന്റെ അപ്ഡേഷൻസ് ഒന്നും കേരളത്തിൽ ലഭിച്ചിട്ടില്ല. കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് എൻട്രൻസ് എഴുതിയും എഴുതാതെയും നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതാതെ തന്നെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മികച്ച കോളേജുകളിലേക്ക് അഡ്വാൻസ് ആയിട്ട് അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കർണാടകത്തിലാണെന്നുണ്ടെങ്കിലും മിക്കവാറും കോളേജുകളിലൊക്കെ തന്നെ നമുക്ക് പ്രീ ബുക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ KCTയുടെ അല്ലെങ്കിൽ കർണാടക എൻട്രൻസ് എക്സാംസിന്റെ ബേസ് ആയിട്ടും നമുക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ മികച്ച മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് നേടാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊന്നും താല്പര്യമില്ല, നിങ്ങൾ എക്സാംസ് ഒന്നും എഴുതണ്ട, എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് അങ്ങനെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ കർണാടകയിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ,
നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കും ഔട്ട് ഓഫ് കേരളയിൽ നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ കോളേജുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന നിരവധി കോളേജുകൾ കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും പല ഫീസ് റേഞ്ചിലുള്ള ഏകദേശം 5.5 ലക്ഷം രൂപ പാക്കേജിൽ തൊട്ട് ഹോസ്പിറ്റലോടുകൂടി പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായും ഞങ്ങളെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കർണാടക എൻട്രൻസ് എക്സാംസിന്റെ ഗൈഡൻസ് ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും കർണാടക എൻട്രൻസ് എക്സാംസ് എഴുതി അതിന്റെ ഗൈഡൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ പ്രീ പ്രിപ്പറേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന്റെ ഹെൽപ്പ് കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം 17-18 സ്റ്റെപ്പോളം ഈ പറയുന്ന ആപ്ലിക്കേഷൻ മുതൽ കോളേജ് ജോയിനിങ് വരെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം നമ്മളിതിനെ ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പേഴ്സിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല കർണാടക CET എൻട്രൻസ് എക്സാമിന്റെ ഈ ബാച്ചിൽ കയറുന്ന കുട്ടികൾക്ക് കേരളത്തിലെ ഗൈഡൻസ് കാര്യങ്ങളെല്ലാം എക്സ്ക്ലൂസീവ് ഗൈഡൻസ് ബാച്ചിന്റെ എല്ലാ സർവീസസും അവൈലബിൾ ആയിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.